ഹരേകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കൊട്ടു. 1200 ആണ്ട് മേടമാസം 31 തീയതി 2025 മെയ് മാസം 14 തീയതി വ്യാഴഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 തീയതി രാത്രി 10:55 ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മളോട് ചിന്തിക്കുന്നത്. വ്യാഴം ഏകദേശം 1 വർഷ കാലയളവിലാണ് ഈ മിഥുനൻ രാശിയിൽ സാധാരണ നിൽക്കാറുള്ളത്. പക്ഷേ ഈ പ്രദേശം മാറുന്ന രാശിയിൽ മാറുന്ന വ്യാഴം 10 മാസമേ നിൽക്കുകയുള്ളൂ. ബാക്കി 2 മാസം കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുക. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒക്ടോബർ 20 തീയതി വരയ്ക്കും മിഥുനത്തിലും ഒക്ടോബർ 20 ശേഷം കർക്കിടകത്തിലും. ഒക്ടോബർ 20 ശേഷം പറഞ്ഞാൽ ഡിസംബർ ജനുവരി 2 മാസ കാലയളവിൽ കർക്കിടക രാശിയിൽ നിന്ന് വീണ്ടും ജനുവരി ലാസ്റ്റോടുകൂടി വീണ്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വക്രഗതിയോടുകൂടി മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 10 മാസ കാലയളവിലാണ് പറഞ്ഞത്. 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നതും അതിൻ്റെ കൂടാതെ തന്നെ ഈ 10 മാസം മിഥുന രാശിയിൽ നിൽക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ, അതായത് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള ഓരോരോ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ അടുത്ത രാശിയിലേക്ക് പോകും. ഏത് രാശിക്കാർക്കാണെന്നുള്ളത് നോക്കാം. മാറുന്ന സമയത്ത് ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ ഇടവക്കൂറുകാർക്ക് ഇതുവരെ ജന്മത്തിൽ, അതിനു മുൻപ് 12-ലായിരുന്നു, വ്യയസ്ഥാനത്തിൽ നിന്നും ജന്മത്തിൽ വന്നു. ജന്മത്തിൽ നിന്നും ഇപ്പോൾ കുടുംബസ്ഥാനമായിട്ടുള്ള ധനസ്ഥാനത്തായിട്ടുള്ള ആ ഭാഗത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. വ്യാഴം ഈ വ്യാഴം 2-ാം ഭാവത്തിൽ വരുന്ന സമയത്ത് ജന്മനാ സംബന്ധമായിട്ടുള്ള സ്ഥാനമാന പദവികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നീക്കുപോക്കുകൾ മാറി ധനവിനിയോഗം നടത്തുവാനുള്ള സാധ്യതയും ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹരിക്കാനുള്ള സാധ്യതയും കുടുംബ ഭദ്രത നിലനിർത്തുവാനുള്ള സാധ്യതയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വരുവാനുള്ള സാധ്യതയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഐക്യത വന്നു ചേരുവാനുള്ള സാധ്യതയും അവർ മൂലം സഹകരണങ്ങൾ മൂലം ഉന്നത വിദ്യാഭ്യാസം നേടുവാനുള്ളതും സ്കൂളുകൾക്ക് അഭിമാനങ്ങളും കോളേജുകൾക്ക് അഭിമാനങ്ങളും വരുവാനുള്ള സാധ്യതകളും എല്ലാം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അതുപോലെ വാക്കുകൾ കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം തീർച്ചയാണ് പറഞ്ഞ 100% തീർച്ചയാണ്. അപ്രതീക്ഷിത ധനലാഭം നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഉണ്ടാകുന്നില്ല, യാതൊരു സംശയമില്ല. കാരണം ജാതകത്തിൽ ഉചിതപരമായിട്ടുള്ള സമയം കൂടി ആവണം. ജാതകം ദശാകാലം നല്ലതായിരിക്കണം, അപകാരകാലം നല്ലതായിരിക്കണം. ഇതും കൂടി ഒത്തുവന്നാൽ അപ്രതീക്ഷിത ധനലാഭം ഉറപ്പാണ് എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തീർച്ചയായിട്ടും പറയാം. അതുപോലെ തന്നെ കുടുംബ ഭദ്രത, സന്താനങ്ങളുടെ ഐശ്വര്യ, അഭിവൃദ്ധി എന്നിവയെല്ലാം പുരോഗമന വരയിൽ വരുന്നുണ്ട്. സന്താനങ്ങൾക്കെല്ലാം വിവാഹം കഴിയാതിരിക്കുക, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് സന്താനങ്ങളില്ലാതിരിക്കുക, അതുപോലെ തന്നെ വിവാഹ മോചനത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവും. അവരുടെ വിവാഹമോചനം തള്ളി നീക്കി പിന്നെ വീണ്ടും ഐക്യത്തോടുകൂടി ഇണചേർന്നു പോകാനുള്ള സാധ്യതകളുണ്ടാകും. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യത ഇല്ലായ്മ മാറി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ ഗുണാനുഭവങ്ങളാണ്. ബിസിനസ് നടത്തുന്നവർക്കും തൊഴിൽ എടുക്കുന്നവർക്കും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. അതുപോലെ രക്തസംബന്ധമായിട്ടുള്ള മേഖലകളിലും വസ്ത്ര സംബന്ധമായിട്ടുള്ള മേഖലകളിലും ധാന്യ സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം. പുനർവിദ്യാഭ്യാസത്തിന് വളരെ യോഗ്യതപരമായിട്ടുള്ളതാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ വീണ്ടും വിദ്യാഭ്യാസം PG എടുത്താലും അതുപോലെ തന്നെ PhD എടുക്കാനും അതിനുള്ള യോഗങ്ങളെല്ലാം നന്നായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സിറ്റി, അതായത് വന്നിട്ട് സ്കോളർഷിപ്പ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വിദ്യാസംബന്ധമായിട്ട് വിദേശത്തേക്ക് കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിഭാഗ്യം വേണം തന്നെ പറയാം. ആ ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ തർക്ക വിഷയമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടില്ല. കാർത്തികയുടെ അവസാനത്തെ 1/4 ഭാഗവും രോഹിണിയും അവിയത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന നക്ഷത്രമാണ്, രാശിയാണ് ഇടവക്കൂറ്. ഇടവരാശി എന്ന് പറയാം, അല്ലെങ്കിൽ ഇടവരാശി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇടവക്കൂറ് എന്ന് തന്നെ പറയാം. ഇവർക്കാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
വാക്കുകളുടെ ഉപജീവന മാർഗം നടത്തുന്നവർക്കെല്ലാം വളരെ ഉചിതപരമാണ്. ഗവൺമെന്റ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടുവാനും ധനവർദ്ധനവ്, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കും ഫൈനാൻസ് സംബന്ധമായിട്ട് അക്കൗണ്ട് സെക്ഷനായിട്ടുള്ളവർക്കും ഓഡിറ്റർമാർക്കും വൻകിട ഉയർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻകം ടാക്സ് പ്രശ്നങ്ങൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സാധ്യത കാണിക്കണം. കണക്കുകൾ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും ധന കുറവുണ്ടെങ്കിൽ അത് നികത്തി പോകാനുള്ള സാധ്യതയും ഉണ്ടാവും. പ്രൊഡ്യൂസർമാർക്കെല്ലാം നഷ്ടപ്പെട്ട ധനങ്ങളെല്ലാം തിരിച്ചു കിട്ടുവാനുള്ള സിനിമാ മേഖല തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. പ്രൊഡ്യൂസർമാർക്കും അതുപോലെ സംവിധായകന്മാർക്കും നല്ല നേട്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ സംഗീത സംവിധായകന്മാർക്കും പുതിയ തിരക്കഥാകൃത്തുകൾക്കും അവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയാണ്. ആക്ടിങ്ങേഴ്സ് രംഗത്ത് വരുന്ന മോഡലിംഗ് ആയാലും ഫീമെയിലായാലും മെയിലായാലും അവർക്കും ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാന പദവികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അവരുടെ പ്രസംഗം കൊണ്ട് തന്നെ ആളുകളെ വീഴ്ത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പോയ ഇമേജുകളെല്ലാം തിരിച്ചു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കോടതി വ്യവഹാര കേസുകളിൽ വാക്ക് തർക്കങ്ങൾ നടക്കുകയാണെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യത വളരെ കണക്കിലെടുത്ത് അത് ഇപ്പോൾ ഒത്തുതീർപ്പാക്കുകയാണെങ്കിൽ അത് ഇല്ലാതെയാവും എന്നാണ് പറഞ്ഞത്. സാധാരണ ഐക്യത്തോടുകൂടിയിട്ട് ഇരു കൂട്ടരും കൂടി ചേർന്ന് കഴിഞ്ഞു പറഞ്ഞാൽ ഈ കേസ് ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കോടതിയിൽ കുറേ കാലമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബ വഴക്കാണെങ്കിലും അതിർത്തി തർക്കമാണെങ്കിലും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. ധനസംബന്ധമായിട്ട് ഒരുപാട് പൈസകൾ ബെൻഡിങ് കിടക്കുന്നവർക്കും പണം സമാഹരിക്കാൻ പറ്റാത്ത ലെവലുകൾക്കും ബില്ലുകൾ പാസ്സാകാതെ ഇരിക്കുന്നവർക്കും അതെല്ലാം പാസ്സായി വരുവാനുള്ള സാധ്യതയുണ്ട്. റോഡ് ഗതാഗതങ്ങളെല്ലാം പുനരുദ്ധീകരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഞങ്ങളുടെ റോഡുകളെല്ലാം കോൺട്രാക്ട് പ്രകാരം ഗവൺമെന്റ് പ്രകാരം കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമന പാതയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ രാശിക്കാർക്ക്, അതായത് ഈ ഇടവ രാശിക്കാർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല നല്ല കോൺട്രാക്ട് വർക്കുകൾ കിട്ടുവാനുള്ള സാധ്യതയും അത് നല്ല നിലമയിൽ പൂർത്തീകരിക്കാനുള്ള സാധ്യതയും അത് അപ്പോൾ വേണ്ട സമയത്ത് തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പുതിയ ഭവന നിർമ്മാണം അത്ഭുതകരമായിട്ട് നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഭൂമി വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. എസ്റ്റേറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിന് പറ്റിയ സമയമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ ഭൂമികളെല്ലാം വിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ധനസംബന്ധമായിട്ട് ഒത്തുവരുവാനുള്ള സാധ്യതയും ഈ ഇടവരാശിക്കാർക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇടവരാശിക്കാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്, യാതൊരു സംശയമില്ല. സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കാം, അപകാരം പരിശോധിക്കാം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് മാത്രം മതി. ഫീസില്ല. പ്രശ്നം വയ്ക്കുകയാണെങ്കിൽ മാത്രമേ ഫീസുള്ളൂ. ജാതകം നോക്കാൻ ഫീസ് വാങ്ങിക്കാറില്ല. ചിലവർ ഫീസ് എന്നിരുന്നാലും ദക്ഷിണ തരത്തെ കൊണ്ട് തരാറുണ്ട്. അത് നിരാകരിക്കാറുമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ നന്മയ്ക്കാണ്, എൻ്റെ നന്മയ്ക്കല്ല, നിങ്ങളുടെ നന്മയ്ക്കാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചെയ്യുമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ എൻ്റെ നന്മയ്ക്കും ഉണ്ടാവും. അതില്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിൽ കള്ളത്തരം പറയാണ് എന്ന് പറയാം. എൻ്റെ നന്മയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു വരുന്നത്. യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ ഇഷ്ടംമാതിരി ഉണ്ട്. പല ആളുകാരും പല വരും 12 ജ്യോത്സ്യന്മാർ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറ്റിക്കുന്ന കേസുകളെല്ലാം ഇഷ്ടംമാതിരി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം സത്യാവസ്ഥയല്ല എന്ന് തീർച്ചയായിട്ടും പറയാം. ഇതിനോടകം തന്നെ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ എനിക്കതിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ പറയാം. യൂട്യൂബ് വർക്കേഴ്സ് യൂണിയൻ എന്നൊരു സംഭാവനയിൽ ഞാൻ ഇതുവരെ ചേർന്നിട്ടില്ല. അങ്ങനെ ചേരാനുള്ള അവസരം ഇതുവരെ വന്നിട്ടുമില്ല. എന്നിരുന്നാലും ഓരോരുത്തരും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അവരോട് ഇംഗിത പ്രകാരം അവരിരുന്നു. അത് കാണേണ്ടവർ കാണുക, നിരാകരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം വിശ്വസിക്കണമെന്നില്ല. ഇപ്പോൾ ലോട്ടറി ഭാഗ്യം, കോടീശ്വര ഭാഗ്യം, ബമ്പർ 25 ലക്ഷം 25 കോടി ബമ്പർ, 10 കോടി ബമ്പർ, 12 കോടി ബമ്പർ, 20 ബമ്പർ ആരെങ്കിലും ഒരാൾക്കേ കിട്ടുകയുള്ളൂ. ഈ ജനലക്ഷങ്ങളിൽ തമിഴ്നാട്, കർണാടക, കേരളം എന്നീ മേഖലകളിൽ ഇന്ന നക്ഷത്രക്കാർക്കെല്ലാം ഇത്ര ലക്ഷം കോടി പൈസകളായി കിട്ടും. 500 കിട്ടിയാലും 1 ലക്ഷം കിട്ടിയാലും ഫസ്റ്റ് പ്രൈസ് കിട്ടിയാലും ലോട്ടറി ഭാഗ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ ലോട്ടറി കിട്ടുന്നു 100 രൂപ കിട്ടിയില്ലേ, അല്ലെങ്കിൽ 500 രൂപ കിട്ടിയില്ലേ എന്ന് പറയും.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുക. ഗവേഷണം നമ്മൾ അതോടെ നിർത്തിട്ട് ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള സമയമാണ്. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എന്നീ മേഖലയിൽ ചികിത്സ, അത് മൊത്തത്തിൽ ചികിത്സ എന്ന രണ്ടാം ഭാവം ചികിത്സയിലും വരും. ചികിത്സാ വിഭാഗങ്ങളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഗുണമേന്മ ഉണ്ടാവും എന്നാൽ യാതൊരു സംശയമില്ല. അത് ഡോക്ടേഴ്സുമാർക്കെല്ലാം നല്ല പ്രശസ്തി വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ വസ്ത്ര മേഖലകളും IT മേഖലകളും കമ്പ്യൂട്ടർ മേഖലകളും മൊബൈൽ മേഖലകളിലും നല്ല ഉയർച്ചയിൽ വരുവാനുള്ള കാണുന്നത്. ഇവിടെ പ്രത്യേകപരമായിട്ട് പറയാനുള്ളത് കാറിൻ്റെ വിപണി, 2 വീലറിൻ്റെ വിപണി വൻ കുതിച്ചുചാട്ടത്തിലേക്ക് എടുത്തു പോകാനുണ്ട്. അതും ഈ ധനുക്കൂർ പെട്ടിരിക്കുന്ന ബിസിനസ്സുകാർക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും അല്ല, ബിസിനസ്സുകാർക്ക് അവർ വരുന്നുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ വളരെ ഗുണകരമായിട്ട് പറഞ്ഞാൽ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. സാലറി വർധനവ് ഉണ്ടാവും, അതായത് വരുമാന മാർഗങ്ങൾ കൂടുതലുണ്ടാവും. മറ്റുള്ളവർ കിട്ടാത്ത വർക്കുകൾ ഇവർക്ക് വന്ന് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മെക്കാനിക്കൽ പറഞ്ഞാൽ ലോക സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്വർണം, ചെമ്പ്, പിച്ചള, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മെഷീനറീസ് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അതിൽ പിച്ചള ഉണ്ടാവും, ചെമ്പുണ്ടാവും, മോട്ടോർ സംബന്ധമായിട്ടുണ്ടാവും. ഇതിൻ്റെ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള മേഖലകളിലും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലകളിലും എല്ലാം പെട്ടിരിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട. രാഷ്ട്രീയക്കാർക്കെല്ലാം ഉന്നതപരമായിട്ടുള്ള നേട്ടങ്ങളും വരുമാന മാർഗങ്ങളും അതുപോലെ തന്നെ അവരുടെ സംഭാഷണങ്ങളിൽ പതിവിന് കവിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാത്ത ലെവലിലും പ്രവർത്തന രീതിയിലും അവർ തെളിയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. യാതൊരു സംശയം ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് ദൂരദേശ യാത്ര, പുണ്യക്ഷേത്ര ദർശനം, ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്ഥിതി, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവം, സുഹൃത്തുക്കളുടെ കണ്ടിട്ടെല്ലാം കുറേ കാലമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളെല്ലാം വരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വ്യാഴത്തെ മാറ്റത്തിൽ, എന്നാൽ യാതൊരു സംശയമില്ല. നമസ്കാരം.